എന്തിന് നിങ്ങൾ മാത്രം കുറ്റം പറയണം? അവളും തെറ്റുകാരി തന്നെയാണ്. ഇല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ കുഞ്ഞിനെ അവൾ ഗർഭം ധരിക്കുമായിരുന്നു? ഇങ്ങനെ നാടുവിട്ട് ഓടുമായിരുന്നു? ധനപല, പ്ലീസ്, നിങ്ങൾ പറയുന്ന പോലെ രേണുകയെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചതുമാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കതിന് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. എന്നിട്ടും വീണ്ടും എന്നെ ഇങ്ങനെ, പ്ലീസ്. ഒക്കെ ശരിയാണ്. എല്ലാവർക്കും എല്ലാം അറിയാം. നിങ്ങൾ വേറെ വിവാഹം കഴിച്ചു. അത് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കൂടിയും. സ്വന്തം സഹോദരിയുടെ ജീവിതത്തിനു വേണ്ടി സ്വയം ആത്മത്യാഗം ചെയ്യേണ്ടി വന്ന ഒരു സഹോദരനെ മനസ്സിനെ അംഗീകരിക്കാം. പക്ഷേ അതിനുവേണ്ടി ഒന്നല്ല, 2 പെൺകുട്ടികളുടെ ജീവിതമാണ് നിങ്ങൾ തകർത്തത്. രേണുകയുടെയും പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയായി കഴിയുന്ന ആ പെൺകുട്ടിയുടെയും. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഭാര്യയോട് നീതി പുലർത്താൻ കഴിയുമോ മിസ്റ്റർ ശ്യാം? ഇല്ല, നിങ്ങൾക്കൊരിക്കലും അതിന് കഴിയില്ല. കഴിയും, എനിക്കതിന് കഴിയും. കഴിഞ്ഞേ തീരൂ. ഞാൻ എന്നെ ന്യായീകരിക്കല്ല. പക്ഷേ എൻ്റേതല്ലാത്ത തെറ്റിന് എന്നെ ഉപേക്ഷിച്ച് പോയവളാണ് രേണുക. പൂർണ്ണമായും എന്നെ മനസ്സിലാക്കി, എൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി എന്നെ സ്നേഹിച്ച പെൺകുട്ടിയാണ് രേണുക എന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ ജീവിതത്തിൽ ആശ്രയമൊന്നുമില്ലാതെ പകച്ചു നിന്നുപോയൊരു പ്രത്യേക സാഹചര്യത്തിൽ എന്നെ തീരെ മനസ്സിലാക്കാതെ അവൾ എന്നെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. രേണുകയ്ക്കെന്തോ അവളുടെ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു വലുത്. ഞാൻ തെറ്റുകാരനല്ലാന്ന് സമർത്ഥിക്കുകയല്ല. എനിക്കും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുക. ഇന്ന് ഞാനൊരു ഭർത്താവാണ്. നിങ്ങൾക്കൊരിക്കലും സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ല മിസ്റ്റർ ശ്യാം. നിങ്ങൾ കുടുങ്ങാൻ പോവാണ്. വാട്ട് യു മീൻ? അവൻ ആ സി ഐ അരുൺകുമാർ, അവൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ട്. അയാളെന്തിനാ എൻ്റെ പിന്നാലെ നടക്കുന്നത്? ഒരു വക്കീലായ നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതുണ്ടോ മിസ്റ്റർ ശ്യാം? സാഹചര്യ തെളിവുകൾ എല്ലാം തന്നെ നിങ്ങൾക്കെതിരല്ലേ? മനസ്സിലായില്ല. കൊള്ളാം. വിവാദമായ പല കേസുകളും വാദിച്ച് ജയിച്ചിട്ടുള്ള നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിലെ കേസിന്റെ ലോ പോയിന്റ്സ് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വളച്ചു കിട്ടുന്നത്? നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് വെച്ചാൽ തുറന്നു പറയും. രേണുകയുടെ തിരോധാനത്തിന് കാരണമായ സംഭവങ്ങൾ പ്രധാനമായും ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നിങ്ങളെയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഗർഭിണിയായ രേണുകയെ നിങ്ങൾ ഉപേക്ഷിച്ചു, ഗംഗയെ വിവാഹം കഴിച്ചു. ഗംഗയും നിങ്ങളുമായുള്ള സ്വസ്ഥമായ ദാമ്പത്യ ജീവിതത്തിന് രേണുക ഒരു ഭീഷണിയാകുമെന്ന് കരുതിയ നിങ്ങൾക്ക് ഒടുവിൽ അത് ചെയ്യേണ്ടി വന്നു. നിങ്ങളവളെ കൊന്നു. കൈയെടുക്കണം വക്കീലെ. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ആ CIO, അയാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? മിസ്റ്റർ ശ്യാം, ഞങ്ങളുടെ കുടുംബത്തിന് രേണുക വരുത്തി വെച്ചിരിക്കുന്നത് ഒരു വലിയ അപമാനം തന്നെയാണെന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ അവൾ ഇനി മടങ്ങി വരുന്നത് ഞങ്ങൾക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ, നമുക്കെന്ത് കാര്യം? അതുകൊണ്ട് ഈ അന്വേഷണവും മറ്റും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത്. ഞങ്ങൾക്കും ശ്യാമിനുമല്ല. ഇപ്പോൾ ആ CA എന്നെപ്പോലെ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തു വേണമെന്ന് ശ്യാം തന്നെ തീരുമാനിക്കാം. എത്രയും പെട്ടെന്ന് അയാളെ ഈ കേസിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കാം. ഞാൻ പോകുന്നു.
ഞാൻ കൂടി സഹായിക്കണോ അമ്മേ? വേണ്ട. എന്താ, അപ്പുറത്തൊന്നും വേറെ പണിയൊന്നുമില്ലേ? ഞാൻ അമ്മയുടെ ഒരു കാര്യം പറയാൻ വന്നതാ. എന്റെ കാര്യം? നിങ്ങളുടെയൊക്കെ കാര്യം കേൾക്കാ ഇവിടെ ഞാനാരാ? എവിടുന്നോ വന്നു കയറിയൊരു നോർത്ത് ഇന്ത്യക്കാരി, ഒരു സെർവന്റ്. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛനുമായി വഴക്കിട്ടതിന് പാവം ഞങ്ങൾ എന്ത് പിഴച്ചു? അച്ഛന്റെ അല്ലേ മക്കൾ. അമ്മേ, ഒരമ്മയുടെ സ്ഥാനത്ത് കഞ്ചനാമ്മ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളത്? ആ സ്ഥാനത്ത് എപ്പോഴെങ്കിലും ഇവിടെ ആരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആ സ്ഥാനത്ത് മാത്രമേ ഞങ്ങൾ കഞ്ചനാമ്മയെ കണ്ടിട്ടുള്ളൂ. കഞ്ചനാമ്മയ്ക്കറിയാലോ, ഓർമ്മകൾ ഉറയ്ക്കും മുമ്പേ അമ്മയെ നഷ്ടപ്പെട്ടവരാ ഞാനും ഗിരിയും. അതിനുശേഷം ഞാനും ഗിരിയും കൊതി തീരെ അമ്മയെന്ന് വിളിച്ചു വളർന്നത് കഞ്ചനാമ്മയെ മാത്രോ. ഞങ്ങൾക്ക് കിട്ടിയത് ഒരമ്മയെ മാത്രമായിരുന്നില്ല, സ്നേഹനിധിയായ ഒരു അനിയത്തി കൂടിയ. ഞങ്ങൾ അതിലേറെ സന്തോഷിച്ചു. ആ കൊച്ചനിയത്തിയെ ഞങ്ങൾക്ക് തന്നതുകൊണ്ടാ കഞ്ചനാമ്മയോട് ഞങ്ങൾക്ക് കൂടുതൽ സ്നേഹം. ഓഹോ, അതുകൊണ്ടാണല്ലേ. ഗാഥയുമായുള്ള സ്നേഹത്തിന്റെ ആനുകൂല്യം മാത്രമേ എനിക്കുള്ളൂ. അയ്യോ, ഞാൻ അങ്ങനെയല്ല കഞ്ചനാമ്മ ഉദ്ദേശിച്ചത്. മതി മതി, നാടകം കളിക്കാൻ അങ്ങേര് പറഞ്ഞു വിട്ടതായിരിക്കും ഇപ്പൊ നിന്നെ, അല്ലേ? അയ്യോ, എന്തിനാ കഞ്ചനാമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? എരി പെണ്ണേ, എനിക്കെല്ലാം അറിയാം. നിനക്കും നിന്റെ അച്ഛനും എല്ലാവർക്കും എന്റെ മോളെ മാത്രം മതി, എന്നെ വേണ്ട. ഇന്ന് എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. ഈ നില തുടർന്നാ ഒടുവിൽ എനിക്ക് അവളും നഷ്ടപ്പെടും. ഞാൻ ഒറ്റപ്പെട്ടു പോകും. ഇല്ല കഞ്ചനാമ്മേ, ഒക്കെയും കഞ്ചനാമ്മയുടെ വെറും തോന്നലുകൾ മാത്രം. അച്ഛൻ, കഞ്ചനാമ്മ, ഞാൻ, ഗിരി, ഗാഥ, നമ്മളെല്ലാരും ഒറ്റ കുടുംബമല്ലേ. അവിടെ വേർതിരിവോ മത്സരോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്നും നമ്മൾ ഒന്നല്ലേ കഞ്ചനാമ്മേ? പക്ഷേ അങ്ങനെയല്ലല്ലോ കാണുന്നത്. നിങ്ങളുടെ അച്ഛൻ എന്നാരാ പറഞ്ഞേ? കുട്ടിക്കാലം മുതൽക്കേ അച്ഛൻ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത് കഞ്ചനാമ്മ ഞങ്ങളുടെ സ്വന്തം അമ്മ തന്നെയാണെന്ന. അങ്ങനെ എന്നും കാണാവുന്ന. ഗിരിയേക്കാൾ കൂടുതൽ ഗാഥയെ സ്നേഹിക്കണമെന്ന് അച്ഛൻ എന്നോട് പറയുമായിരുന്നു. ഒക്കെ അയാളുടെ നാട്യാ? അല്ല കഞ്ചനാമ്മേ, അല്ല. അച്ഛൻ പാവോ, അല്പം മുൻശുണ്ടി ഉണ്ടെന്നേ ഉള്ളൂ. ആ നേരത്ത് ഒന്നും ചിന്തിക്കാതെ വലുതൊക്കെ വിളിച്ചു പറയും. അല്ലാതെ മനഃപൂർവ്വം അച്ഛൻ ആരെയും വേദനിപ്പിക്കില്ല. വേദനിപ്പിക്കും എന്നെ മാത്രം. ഞാൻ നോക്കിയിട്ട് കഞ്ചനാമ്മയ്ക്കും അച്ഛനും ഇടയിൽ ഒരു പ്രശ്നമേ കാണുന്നുള്ളൂ, ഈഗോ. രണ്ടാൾക്കും പരസ്പരം താഴാൻ വയ്യ, അത് തന്നെ. ഞങ്ങൾക്ക് വേണ്ടി അല്പം വിട്ടുവീഴ്ച ചെയ്തൂടെ അമ്മേ? ഞങ്ങൾക്ക് ഈ അമ്മ വേണം, ഞങ്ങളുടെ അനിയത്തി വേണം, എന്നും വേണം. ഒരിക്കലും ഞങ്ങളെ വിട്ടു പോകരുതമ്മേ. എന്നെ ഗിരിയെ വീണ്ടും അനാഥരാക്കരുത്. ഗാഥമോളെ ഞങ്ങളിൽ നിന്ന് അകറ്റരുതമ്മേ, പ്ലീസ്. തനിക്കെന്തു തോന്നുന്നു ശ്യാം? ഞാനിപ്പോ എന്താ സർ പറയുക? അനാഥാലയമാകുമ്പോൾ ധാരാളം കുട്ടികളുണ്ടാവും. ക്ലാരയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതുങ്ങളെയൊക്കെ സംരക്ഷിച്ച് കുറേ കാലം അവിടെ കഴിയുമ്പോൾ അവിടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരു റിലീഫ് കിട്ടിയേക്കും. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവരിൽ നിന്ന് ഒരു കുട്ടിയെ മാത്രം ഏറ്റെടുത്തുകൊണ്ട് മരിച്ചുപോയ മകളുടെ പേരുവിട്ട് അവൾക്ക് പകരമായി വളർത്തുക എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും ശ്യാമളുടെ ഉദ്ദേശം? നൊന്തു പ്രസവിച്ച കുട്ടിയെ ഒന്ന് കണ്ടു കൊതിതീരും മുമ്പേ വേർപിരിയേണ്ടി വന്ന ഒരമ്മയുടെ മാനസികാവസ്ഥയല്ലേ സർ? ആ മുറിവിന്റെ ആഴം അവർക്ക് മാത്രമല്ലേ മനസ്സിലാവുള്ളൂ. ആ ആഴം അവൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അവളെ നൊന്തു പ്രസവിച്ച ഒരമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവൾ ഓർക്കാത്തതെന്താ? അവൾ എന്നെങ്കിലും മടങ്ങി വരുമെന്നും പുതിയൊരു ജീവിതം തുടങ്ങുമെന്നൊക്കെ ആയിരുന്നു എൻ്റെ മോളിക്കുട്ടിയുടെയൊക്കെ വിശ്വാസം.
ഇപ്പോ ആ വിശ്വാസം സഫലമാകാൻ പോവില്ലേ സാർ? ക്ലാര മടങ്ങിവരും തന്നെയല്ലേ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതെ, പക്ഷേ അവൾ ഒറ്റയ്ക്കല്ലല്ലോ, ആ കുട്ടിയല്ലേ വരാൻ പോകുന്നത്. ആ കുട്ടിക്ക് അവകാശികൾ ആരെങ്കിലും ഉണ്ടാകുന്നതുവരെ ക്ലാര അവളെ സംരക്ഷിക്കുന്നതിൽ തൽക്കാലം തെറ്റെന്തെങ്കിലും ഉണ്ടെന്ന്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ് മിസ്റ്റർ ശ്യാം? നിങ്ങൾക്ക് എങ്ങനെ ഇത്ര സിമ്പിളായിട്ട് ചിന്തിക്കാൻ കഴിയുന്നു? ഒരു കുഞ്ഞിനെ പിരിഞ്ഞ ഷോക്കിൽ നിന്നും അവൾ ഇനിയും മോചിതയായിട്ടില്ല. ഇനിയിപ്പോ ഈ കുഞ്ഞുമായി വേർപിരിയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാകാൻ അധികകാലമൊന്നും ആവശ്യവുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം ഈ കുഞ്ഞിനെയും തേടി അതിൻ്റെ അവകാശികൾ ആരെങ്കിലും വന്നാൽ സ്ഥിതി എന്താകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ലെന്ന് മാത്രമല്ല, അവക്കതൊരിക്കലും താങ്ങാനാകുകയുമില്ല. അവൾ അത്രത്തോളം സെൻസിറ്റീവാണ് ശ്യാം. അങ്ങനെ അവകാശികൾ ആരും ഇല്ലാത്ത ഒരു കുഞ്ഞാണെങ്കിലോ? അത് സാർ ആണെങ്കിൽ നമുക്കതിനെ വളർത്തിക്കൂടെ സാർ? നമ്മുടെ സ്വന്തം കുഞ്ഞായി. താൻ എന്താണ് ശ്യാമി പറയുന്നത്? എന്റെ മോക്ക് ഇനിയൊരു ജീവിതം വേണ്ടെന്നാണോ? ആ അനാഥ കുഞ്ഞിനെയും നോക്കി ഒരു വിധവയെ പോലെ അവളുടെ ജന്മം പാഴാക്കണമെന്നാണോ? അയ്യോ സാർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. മൈക്കിളുമായി ഒത്തുചേർന്നുള്ളൊരു ജീവിതം ഇനിയൊരിക്കലും ക്ലാരയ്ക്കുണ്ടാവില്ല എന്ന് സാർ തന്നെ പറഞ്ഞല്ലേ. ആ സ്ഥിതിക്ക് തൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് ഓർത്തോർത്ത് ഒരു ജീവച്ഛവത്തെ പോലെ കഴിയുന്നതിലും നല്ലതല്ലേ ഒരു കുട്ടിയുമായി. അവളെല്ലാം മറന്നുകൊണ്ടൊരു പുതിയ ജീവിതം ആഗ്രഹിക്കുന്ന കാലം ഉണ്ടായാലോ? അവളെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഒരാൾ അവക്കൊരു പുതിയ ജീവിതം നൽകാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നാലോ? പറയൂ ശ്യാം, അന്ന് ഈ കുട്ടി അതിനൊരു തടസ്സമാവില്ലേ? അങ്ങനെ ഒരു കാലം, ഞങ്ങളുടെ ആ പഴയ ക്ലാരമോളെ തിരിച്ചു കിട്ടുന്ന കാലം, ആ കാലവും പ്രതീക്ഷിച്ചാണ് ശ്യാം ഞാനും എൻ്റെ മോളിക്കുട്ടിയും കെവിൻ മോനും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. കെവിമോന്റെ സ്റ്റേറ്റ്സിലെ പഠിത്തം കഴിയാറായില്ലേ സാർ? ആ, 1 ഇയറല്ലേ ആയിട്ടുള്ളൂ. ചേച്ചിയെക്കുറിച്ചുള്ള സങ്കടം കുറച്ചൊന്നുമല്ല അവനെയും അലട്ടുന്നത്. എന്നിട്ട് ഞങ്ങളെ വിളിച്ച് ആശ്വസിപ്പിക്കും. പാവം. എന്തുപറ്റി? ആരും ഒന്നും മിണ്ടുന്നില്ല. ഹേയ്, ഞങ്ങള് സംസാരിച്ച് ക്ലാരയുടെ വിഷയത്തിലേക്ക് വന്നു. അപ്പോഴേക്കും എന്തിനാ ചായ ഓരോന്നും പറഞ്ഞ് ശ്യാമിന്റെ മൂടും കൂടെ കളയുന്നേ? നിങ്ങളുടെ തരകൻ സാർ ഇങ്ങനെയാ, പെട്ടെന്ന് സെന്റിയാവും. ഇത് കേട്ടാ തോന്നും ഇവര് വലിയ ഹാപ്പിയാണെന്ന്. മോടെ കാര്യവും പറഞ്ഞ് ഒരു നേരവും സ്വൈരം തരാത്ത ഇവളാ. എന്തു സ്വസ്ഥതക്കേടാ ഞാൻ പോലും അച്ചായനുണ്ടായത്. ഇനിയിപ്പോ ആ കാര്യം പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടെ വെറുതെ വഴക്കടിക്കണ്ട. ശ്യാമിനോട് പറഞ്ഞതല്ല, ആരെ കണ്ടാലും ഇങ്ങനെ വിഷമം പറിച്ചില്ല. ഒന്നുമല്ലേലും ഒരു സീനിയർ വക്കീലല്ലേ. എന്താടി, വക്കീലന്മാർക്ക് ഹൃദയം ഉണ്ടാകണമെന്നില്ലേ? ക്ലാര നമുക്ക് അന്യൊന്നും അല്ലല്ലോ, നമ്മുടെ മോളല്ലേ. അവളെപ്പറ്റി ഓരോന്ന് കേൾക്കുമ്പോ പെടയുന്നത് എന്റെ മനസ്സാ. ഒക്കെ ശരിയാവും സാർ. അങ്ങനെ തന്നെ എന്റെ വിശ്വാസം. അവൾ താമസിയാതെ വരും, നോക്കിക്കോ. അത് പറ്റില്ല. ഏതോ ഒരു കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നാ ഞാനത് സമ്മതിക്കില്ല. അപ്പോഴെന്തെങ്കിലും ഒരു മാർഗം നമ്മുടെ മുന്നിൽ തെളിയും സാർ. ഡോണ്ട് വറി. ആ, താനോ? വാ, ഓഫീസ് അടച്ചോളൂ. ഇല്ല സാർ, ശേഖർ സാർ മിനിമേടം അവിടെ ഇരിപ്പുണ്ട്. വൈകുന്നേരം പോകൂ. ഓഹോ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് പോയാ പോരെ ശ്യാം? അയ്യോ, അത് പറ്റില്ല. ശ്രീമതി അവിടെ പാചകകല അഭ്യസിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റംസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയെന്നാ വിളിച്ചു പറഞ്ഞത്. ഞാൻ ചെന്നിട്ട് വേണം ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. ഞാനാണല്ലോ പ്രധാന പരീക്ഷണ വസ്തു. ആ, ഇത് സാറിൻ്റെ കൊടുത്തരെ. ശരി. ആ സാമീസ് കേസിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്തുണ്ടോ? ഇല്ല സാർ, അത് ഓഫീസിലാ. ഞാൻ വേണമെങ്കിൽ പോയി എടുത്തോണ്ട് വരാം സാർ. ആ, വേണ്ട, ഇതാ ഇത് മോളോട്ട് വെച്ചേക്ക്. ഓ ശരി സാർ. സാർ, ഞാനൊന്ന് ഇറങ്ങിയേക്ക. ഇയാള് ഊണ് കഴിക്കുന്നില്ലേ? വേണ്ട, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം. ഓ ശരി ശരി. ആ